ഇന്നലത്തെ പത്രവാർത്തകൾ വായിച്ചപ്പോൾ ആകെ അത്ഭുതപ്പെട്ടു പോയി. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ CJP വേട്ട അവർ നടത്തുന്നു. ഉറപ്പുകൾ, അതായത് ജൻസി കുട്ടികൾക്ക് BJP നൽകിയ ഉറപ്പുകൾ പറന്നുപോയി എന്നാണ് വാർത്ത. നടപടി തുടർന്നാൽ വീണ്ടും സമരം ചെയ്യുമെന്ന് CJP പറയുന്നു. നിയമസഹായം നൽകാനായിട്ട് സാക്ഷി എന്ന പേരിൽ ഒരു വെബ്സൈറ്റ് അവർ ആരംഭിച്ചിരിക്കുന്നു. പാർലമെൻറ്റിലും മറ്റുമൊക്കെ വമ്പൻ പ്രതിഷേധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കപിൽ സിബൽ എന്ന വളരെ പ്രശസ്തനായ നിയമജ്ഞൻ, അഡ്വക്കേറ്റ്, ഈ കുട്ടികളുടെ കേസുകൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് ആവശ്യമായ പണത്തിന് ബുദ്ധിമുട്ട് വരരുത് എന്ന് വിചാരിച്ചുകൊണ്ട് സ്വന്തം പോക്കറ്റിൽ നിന്നും 1 കോടി രൂപ കൊടുത്തിരിക്കുന്നു. നിയമ പോരാട്ടത്തിൽ CJPക്ക് ഒപ്പമുണ്ടാകുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇന്നലത്തെ പത്രത്തിലെ വാർത്തകളിൽ നിന്ന് ഞാൻ പറഞ്ഞ വിവരമാണ്. ഇതിനിടെ വിഭ്രമിപ്പിക്കുന്നൊരു വാർത്ത കേട്ടത്, ബീഹാറിൽ സമരക്കാരെ നേരിടാനായിട്ട് AK-47 തോക്ക് ഉപയോഗിക്കാനൊരു സൈനികൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. ഇവിടെ വളരെ അറിയപ്പെടുന്ന BJP പ്രവർത്തകനായിട്ടുള്ള ശ്രീ TG മോഹൻദാസും അതേ അഭിപ്രായമാണ്, വെട്ടിവെച്ച് കൊല്ലണമെന്ന്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ CJPക്ക് നൽകിയിട്ടുള്ള ഉറപ്പുകൾ ഇവർ പാലിക്കുമോ എന്നറിയാൻ വേണ്ടി ഇന്നത്തെ പത്രം വരെ കാത്തിരിക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. ഇന്നത്തെ പത്രം വന്നു, ഇതിനെക്കുറിച്ച് യാതൊരു വാർത്തയുമില്ല. അപ്പോൾ ഇന്നലത്തെ പത്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുകയല്ലാതെ തരമില്ല എന്ന് വന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ്റിനോട് എനിക്ക് പറയാനുള്ളത്, ഒരു സമരം നടന്നു, അതിൽ അടിയന്തരമായി നിങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ 10-30 ദിവസത്തിന് ശേഷം നമ്മുടെ പാരമ്പര്യ രീതി പോലെ, മോഡിയുടെ പാരമ്പര്യ രീതി അതാണ്, എന്തും താമസിച്ച് ചെയ്യുക. അത് നമ്മൾ കർഷക സമരത്തിൽ കണ്ടതാണ്. അതുപോലെ തന്നെ മണിപ്പൂർ കലാപത്തിൽ കണ്ടതാണ്. അദ്ദേഹം വളരെ താമസിച്ചിട്ടാണെങ്കിൽ ഇടപെട്ടു. അർദ്ധരാത്രി വീഡിയോ വന്നു, അങ്ങനെ സംസാരിച്ചു, ഒത്തുതീർപ്പാക്കിയ കാര്യം അതേപോലെ തന്നെ നടപ്പാക്കണം. അത് BJPയുടെ ധർമ്മ സംഹിത അനുസരിച്ചല്ല വേണ്ടത്. സനാതനധർമ്മ സംഹിത എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ള ഒരു വാക്ക് മാത്രമാണ്. എല്ലാ അധർമ്മങ്ങളും നടത്തിക്കൊണ്ട് സനാതനധർമ്മത്തെ കുറിച്ച് പറയുന്നൊരു പാർട്ടിയാണ് BJP. എന്തൊക്കെ അധർമ്മങ്ങളാണ് അവർ നടത്തിയത്, അത് ഓരോന്ന് എണ്ണിപ്പറഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പറ്റുകയില്ല. മറ്റു പാർട്ടികളിൽ ഏതെങ്കിലും വിധത്തിൽ കുഴപ്പത്തിൽ കിടക്കുന്നൊരു നേതാവിനെ അവർ കണ്ടെത്തിയാൽ പിറ്റേ ദിവസം വളഞ്ഞിട്ട് പിടിക്കുകയാണ്. അവന് പദവി കൊടുക്കുന്നു, പണം കൊടുക്കുന്നു. അങ്ങനെ അല്ലാത്തവരുണ്ടോ BJPയിൽ? ഡസൻ കണക്കിന് കോൺഗ്രസ് നേതാക്കളാണ് BJP പ്രവർത്തകരായിട്ടെത്തിയത്. കേരളത്തിൽ നിന്നും കിട്ടി 2-3 അനിൽ ആൻ്റണി, നമ്മുടെ എന്താണ് അബ്ദുള്ളക്കുട്ടി, ഇതൊക്കെ അങ്ങനെ ചെയ്യുന്നതാണ്. എന്താ അവർക്ക് വേണ്ടത്? പണം വേണം, പദവി വേണം. ഇത് രണ്ടും അവർക്ക് കിട്ടി. എന്താണ് അവർക്ക് കിട്ടിയത്? പാർട്ടിയിലെ ഉന്നതമായൊരു പദവി. എന്നിട്ട് എന്തെങ്കിലും പ്രയോജനം അവർക്കുണ്ടോ, നാട്ടുകാർക്കുണ്ടോ? ഇല്ല. എന്തിനാ അബ്ദുള്ളക്കുട്ടിയാക്കിയത്? ഞങ്ങൾ മുസ്ലിം വിരുദ്ധരാണെന്നാണ് പ്രചാരണം. അല്ല, അബ്ദുള്ളക്കുട്ടി വന്നില്ലേ, ആരിഫ് മുഹമ്മദ് ഖാൻ വന്നില്ലേ, അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുക എന്ന് പറയുന്ന ആ രീതിയാണ് അവരുടേത്. ഇപ്പോൾ ജൻസി കുട്ടികൾ നടത്തിയ സമരത്തെ അവരിലുള്ള ആളുകൾ തന്നെ അനുകൂലിക്കുന്നുണ്ട്. അവരിലുള്ളവർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്
സംഘപരിവാർ സംഘടനകളിൽപ്പെട്ട ആളുകൾ തന്നെ അതിനെ അനുകൂലിക്കുന്നുണ്ട്. എന്നിട്ടും ഇതിങ്ങനെ ഉണ്ടാക്കിയ കരാറുകൾ, ഉണ്ടാക്കിയ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ നടപ്പാക്കി കൊടുക്കുന്നതിന് ബാധ്യതയുള്ളവർ അത് നീട്ടിക്കൊണ്ടുപോകുന്നു എന്നത്, അവർ നടപ്പാക്കുമായിരിക്കാം, പക്ഷെ നീട്ടിക്കൊണ്ടുപോകുന്നു എന്നുള്ളത് ശുഭസൂചകമല്ല. തീർച്ചയായും അത് നടപ്പാക്കണം. നടപ്പാക്കി ഇന്ത്യയിലെ മുഴുവൻ ജൻസിയുടെയും, കൗമാരക്കാരുടെയും യുവാക്കളുടെയും അനുഭാവം അവർ പിടിച്ചു പറ്റണം. അതല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിൻ്റെ അന്ത്യകൂദാശ ഇതോടുകൂടി നടക്കും എന്നാണ് അവർ ഓർമ്മിപ്പിക്കാനുള്ളത്. അത്രയ്ക്കധികം ജനങ്ങൾ ചർച്ച ചെയ്തൊരു സമരമാണിത്. അത്രയ്ക്കധികം ജനങ്ങളുടെ മനസ്സിൽ ചെന്ന് ചേർന്നൊരു ആശയമാണിത്. അനീതികൾക്കെതിരെ പോരാടാൻ തന്നെയുമല്ല, അഭിജിത്ത് ദീപ് കെ എന്ന ആ ചെറുപ്പക്കാരൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിലാണ് ഞങ്ങൾക്ക്, എന്നെപ്പോലുള്ളവർക്ക് താല്പര്യമുള്ളത്. എന്താണ്? ഇവിടം കൊണ്ട് തീരില്ല. അനീതികൾക്കെതിരെ ഓരോന്നോരോന്നായിട്ട് അവർ പടപരുതുമെന്ന്. അപ്പോൾ അതിനുള്ള പുറപ്പാട് അവർ നടത്തുന്നതിന് ഒട്ടേറെ നിയമജ്ഞർ അവർക്ക് സഹായം ചെയ്തിരിക്കുകയാണ്. കപിൽ സിബൽ ഒരു മോശക്കാരനായ അഡ്വക്കേറ്റ് അല്ല. അദ്ദേഹം 1 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. അത് പല കോടികളായിട്ട് ജനങ്ങൾ ഇത് വളർത്തിക്കൊണ്ടുവരും. സാക്ഷി വെബ്സൈറ്റിൽ പണം പെരുകും. എല്ലാ കേസും നടത്തത്തക്ക രീതിയിൽ ജനങ്ങൾ സജ്ജരാകും. അതിന് ഇന്ത്യ ഗവൺമെൻറ് എന്ത് നടപടി സ്വീകരിച്ചാലും അത് അതിൻ്റെ മുന്നിൽ നിഷ്പ്രഭമാകാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയോടും ഇതുവരെ രംഗത്തെത്താതെ അകത്തിരുന്ന് ചരട് വലിച്ചു കൊണ്ടിരുന്ന അമിത്ഷായോടും പറയുന്നു, ഇന്ത്യയെ ഈ കുട്ടികൾ രക്ഷിക്കും. നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമല്ല ഇന്ത്യ. ഒരു മതേതര ജനാധിപത്യ രാജ്യമെന്നുള്ളത് നിങ്ങൾ തകർത്തിരിക്കുകയാണ്. മതേതരത്വം എന്നത് നശിപ്പിച്ചതാണ് നിങ്ങളുടെ പേരിലുള്ള ഏറ്റവും വലിയ കുറ്റം. എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാനുള്ളൊരു മനസ്ഥിതി വേണ്ടേ നമുക്ക്? അത് തെറ്റാണോ? മതങ്ങൾക്കതീതമായി മനുഷ്യത്വത്തെ ബഹുമാനിക്കുന്നൊരു കാര്യമല്ലേ അത്? അതുകൊണ്ടല്ലേ ഇന്ത്യയുടെ പാരമ്പര്യത്തിന് അനുസരിച്ച് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ആപ്തവാക്യത്തിനനുസരിച്ച് തന്നെ മതേതരത്വവും ജനാധിപത്യവും അതുപോലെ തന്നെ ചേരിചേരാ നയവും എല്ലാം നമ്മൾ സ്വീകരിച്ചത്. അതൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയല്ലേ നിങ്ങൾ ശ്രമിക്കുന്നത്? അതുകൊണ്ട് ഇതിവിടൊക്കെ തീരരുത്. ഈ കുട്ടികൾ വിപ്ലവകാരികളായി മുന്നോട്ട് വരണം. എന്നിട്ട് ഇന്ത്യയെ രക്ഷിക്കണം. അതാണ് ജൻസി കുട്ടികളോടും അതിനുള്ള ശ്രമത്തിൽ അവരേർപ്പെടുമ്പോൾ അതിനെ ഇകഴ്ത്തിപ്പറഞ്ഞ് അവരെ പതിക്കൂട്ടിപ്പെടുത്തി ഒട്ടേറെ കേസുകളിൽ കുടുക്കി സാമ്പത്തികമായി ബുദ്ധിമുട്ടിച്ച് തകർക്കാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതിനു മുമ്പ് ഇഷ്ടംപോലെ ഭരണാധികാരികൾ ചെയ്തിട്ടുള്ളതാണ്. അവരൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ്. അങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് ഞാൻ പറയുന്നില്ല. തീർച്ചയായും ഈ കുട്ടികളോട് നിങ്ങൾ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്ക് പാലിക്കുക തന്നെ വേണം. ഇന്നലത്തെ പത്രം പറയുന്നു ഉറപ്പുകൾ പറന്നുവെന്ന്. ഇന്ന് പത്രത്തിൽ അതിനെക്കുറിച്ച് വാർത്തയില്ല. നാളെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഞങ്ങൾ. അതിനായുള്ള കാത്തിരിപ്പ് തുടരാം എന്ന് വിചാരിക്കുന്നു.